പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കലൂടെ വന്ദനം പറയുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാതെ മനുഷ്യൻ നിരാശയിലും ദുഃഖത്തിലും വേദനയിലും ഒക്കെ ആയിരിക്കുമ്പോൾ എങ്ങനെ ജീവിതത്തിൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയും, എങ്ങനെ സമാധാനം നേടാൻ കഴിയും, എങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടാൻ കഴിയും എന്ന് നിങ്ങളോട് അല്പനേരം ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിലോ വേദനയിലോ പ്രയാസത്തിലോ ഏതുവിധ പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തുവിലൂടെ ഉണ്ട് എന്ന് ഈ പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ച് പറയുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു കയറിനോ
ഒരു മദ്യത്തിനോ അല്ലെങ്കിൽ ഒരു വിഷാംശത്തിനോ വിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ് വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അവസരമുണ്ട്. അതിന് നിങ്ങൾക്ക് ബോധപരമായ ചില കാര്യങ്ങൾ ഞങ്ങളുടെ കർത്തദാസൻ പാസ്റ്റർ എബ്രഹാം വി തോമസ് അവറുകൾ ശൂരനാട് അസംബ്ലീസ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനാണ്. അദ്ദേഹം തുടർന്ന് മുന്നോട്ട് വന്ന് നിങ്ങളോട് യേശു ക്രിസ്തുവിലുള്ള രക്ഷയും സമാധാനം സന്തോഷത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നതാണ്. അതിനുവേണ്ടി ബഹുമാനത ഉള്ള കർത്തദാസനെ ഞങ്ങൾ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ദൈവമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ തിരുപ്രഭയോടനുബന്ധിച്ച് മാലാഖമാർ പ്രസ്താവിച്ച അനുഗ്രഹീതമായ ഒരു ഗാനമാണ് ഞാൻ മുകളിൽ പറഞ്ഞ ആ വരികൾ. ആ പദത്തെ അസ്ഥിരീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിൽ തൊട്ടു മുമ്പ് ഇന്നലെ നടന്ന അതിദാരുണമായ ഒരു പ്രശ്നത്തെ ഈ നാടിൻ്റെ മുമ്പിലൊന്ന് ചൂണ്ടിക്കാട്ടാൻ കർത്താവിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരമുള്ള മുട്ടറ മരുതിമല എന്നറിയപ്പെടുന്ന മലയുടെ മുകളിൽ നിന്ന് 2 പെൺകുട്ടികൾ, അടൂർ പെരിങ്ങനാട് സ്വദേശികളായ 2 പേർ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സാധാ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് വീട്ടിലെ മാതാപിതാക്കന്മാരെ കളിപ്പിച്ച് കൊട്ടാരക്കര കഴിഞ്ഞ് മുട്ടറ ഗവൺമെൻറ് ഹൈസ്കൂളിന് തൊട്ടപ്പുറത്തുള്ള 1000 അടി ഉയരമുള്ള ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. 5 മണി കഴിഞ്ഞ സമയത്ത് ഒരു പട്ടാളക്കാരൻ, അവധിക്ക് വന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ, താൻ കണ്ട കാഴ്ചയെ മൊബൈൽ ഫോണിലൂടെ സൂം ചെയ്ത് നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ വേലി ഉണ്ടാക്കിയിരുന്ന, ഗവൺമെൻറ് വേലി കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ വേലി കണ്ടത് ഇപ്പുറത്തിറങ്ങിയിരിക്കുന്ന കാഴ്ച കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ 3 പേരെ വിവരം അറിയിച്ചു. അവരെല്ലാം പട്ടാളക്കാരാണ്. അവരെല്ലാം ഓടി വരുമ്പോൾ ഈ പെൺകുട്ടികൾ അവിടെ ഇല്ല. അതിനുശേഷം ടൗണിലേക്ക് വിവരം അറിയിച്ചു. ആ സ്ഥലം പരിചയമുള്ള ഒരു മനുഷ്യൻ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം അവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ നിശ്ചലമായ ഒരു ശരീരവും അല്പപാതി അനക്കമുള്ള മറ്റൊരു ശരീരവുമാണ് കണ്ടെത്തിയത്. സ്വന്തം കൈലി എടുത്ത് ജീവനുള്ള കുട്ടിയെയും മറ്റൊരാൾ ജീവനില്ലാത്ത കുട്ടിയെയും ചുമന്ന് ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മീണ്ടൂര് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ഒരു കുഞ്ഞ് മൺമറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു. മറ്റേ കുട്ടി ബോധത്തോടെ സൗഖ്യം പ്രാപിച്ചു വരികയാണ്. ഞാൻ എന്തിനാ ഈ നാടിനോട് ഈ കാര്യം പറഞ്ഞതെന്ന് നിങ്ങളെല്ലാവരും അറിയണം. പ്രതീക്ഷയോടെ കൈ വളരുന്നതും കാല് വളരുന്നതും ശരീരത്തിൻ്റെ വളർച്ചയും മാന്യമായ വിദ്യാഭ്യാസവും കൊടുത്ത് തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന ചിന്തയോടെ മാന്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അല്ലലില്ലാതെ, വേദനയറിയാതെ, സങ്കടമറിയിക്കാതെ മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരികയാണ്. എന്തിനാ വളർത്തിക്കൊണ്ടുവരുന്നത്? നാളെ ഈ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി നല്ല ജോലി വാങ്ങി ഈ വീട്ടുകാർക്കൊരു അനുഗ്രഹമായി മാറുമെന്ന ചിന്തയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്. ശ്രദ്ധിക്കൂ, ആ 2 വീട്ടിലെ വിലാപങ്ങൾ, സങ്കടങ്ങൾ എത്ര ഭയങ്കരമാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വന്തം കൂട്ടുകാരി മരിച്ച വിവരം അറിയുമ്പോൾ ജീവനോടിരിക്കുന്ന കൂട്ടുകാരിയുടെ മനസ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നാട്ടുകാരെ, മാലോകരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പ്രസ്താവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ ഉച്ചയൂണും കൊടുത്ത്, നല്ല പുസ്തകങ്ങളും വാങ്ങി, നല്ല ഉടുപ്പുകളും വാങ്ങിക്കൊടുത്ത് പറഞ്ഞു വിടുന്ന ഈ കുഞ്ഞുങ്ങൾ വൈകുന്നേരം 5 മണിയാകുമ്പോൾ വീട്ടിൽ വരുമെന്ന് ഉറപ്പില്ലെന്ന് ഈ പകൽ നിങ്ങളുടെ മനസാക്ഷിയിൽ
ഞാൻ ഒരു സന്ദേശം കോറിയിടാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മെ കളിപ്പിച്ചു പോകുന്ന ഈ കുട്ടികൾ എന്താ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആരുമായ ചങ്ങാത്തം നിങ്ങൾക്കറിയാമോ? ആരുമായ കൂട്ടുകൂടുന്നത് നിങ്ങൾക്കറിയാമോ? അവർക്ക് ആരൊക്കെയായിട്ട് ബന്ധമെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അവരേത് രീതിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും ഏത് ശൈലിയാണ് കൊണ്ട് നടക്കുന്നതെന്നും നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷയോടെ ട്യൂഷന് വിടുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അത്യുച്ചോടി എത്തിക്കാൻ വേണ്ടി നാം പണിപ്പെടുന്നു. ഓട്ടോ ഓടിച്ചും കൂലിപ്പണി ചെയ്തും അഹോരാത്രം അധ്വാനിച്ച് വീടുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുത്തും അവർക്ക് വിലപ്പെട്ട വിലയേറിയ മൊബൈലുകൾ വാങ്ങിക്കൊടുത്തുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം കൊടുക്കുമ്പോൾ ഒരു കാര്യം മാതാപിതാക്കന്മാർ തിരിച്ചറിയണം, ഈ നാട് തിരിച്ചറിയണം. നാളെ ഒരു കറുത്ത കൊടി കെട്ടിയില്ലെന്ന് പറയാൻ, നാളെ നിങ്ങളുടെ വീട്ടിൽ പന്തൽ ഉയരില്ലെന്ന് പറയാൻ ആവില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്നറിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ പ്രശ്നമെന്നറിയണ്ടേ? അതാണ് പ്രശ്നം. അതാണ് കാര്യം, അതാണ് മദ്യം, അതാണ് മയക്കുമരുന്ന്. നിങ്ങൾക്കറിയാമോ, മൊബൈലിലെ ഒരു പ്രത്യേക ആപ്ലിക്കേഷനിൽ ഒന്ന് വിരലമർത്തിയ വീടിന്റെ തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിന്റെ ചുവട്ടിൽ സാധനങ്ങൾ കൊണ്ടിടാൻ വിദഗ്ധമായ പരിശീലനം ശ്രദ്ധിച്ച ആളുകൾ നാട്ടിലുണ്ടെന്നറിയണം. ഇതെവിടുന്നായി കയറി വരുന്നത്? അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന്, തുറമുഖങ്ങൾ വഴിയായി, പോർട്ടുകൾ വഴിയായി ഈ നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തപ്പെടുന്നു. അവിടുന്ന് വാഹനങ്ങളിലൂടെ കള്ളക്കടത്തായി ഈ കൊച്ചു കേരളത്തിൽ എത്തപ്പെടുന്നു. എന്തിനേറെ പറയുന്നു, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ നാട്ടിൽ ഇതിന്റെ ഏജന്റുമാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഈ കവല പ്രസംഗികളായതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം അറിയാം. ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ രോഷം കൊള്ളാറുണ്ട്, ചിലരുടെ പെരുവിരല എന്ന് പെരുത്തു കയറാറുണ്ട്, ഞങ്ങളെ അടിക്കണമെന്ന് തോന്നാറുണ്ട്, ഞങ്ങളെ കൊന്നുകളയണമെന്ന് തോന്നാറുണ്ട്. എന്തിനാ സുഹൃത്തെ? ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഞങ്ങളെ രോക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിന്റെ ഏജന്റുമാർ നിങ്ങളുടെ പിന്നിലുണ്ടെന്നുള്ള സത്യം ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറയുമ്പോ ഏതെങ്കിലും ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു സഹോദരൻ രക്ഷപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു സഹോദരി രക്ഷപ്പെട്ടാൽ അവൻ അതുകൊണ്ട് ഞങ്ങൾ കൃതാർത്ഥരാകും. അതിനുവേണ്ടിയായി ഈ പെരുവയിലത്ത് നെഞ്ചുപൊട്ടി നാടിനോട് ഞങ്ങൾ ഈ പ്രഘോഷണം നടത്തുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല. ഞങ്ങൾ ജോലി ചെയ്തും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊടുത്ത് ഞങ്ങൾ ഈ നാടിന്റെ ഈ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല സുഹൃത്തേ. ഒരാളുടെ വീട്ടിലെങ്കിലും സമാധാനം ഉണ്ടാകണം. നിന്റെ വീട്ടിൽ രാവിലെ ജോലിക്കിറങ്ങിപ്പോകുന്ന ഭർത്താവ്, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ അപ്പൻ, അവൻ വൈകുന്നേരം വീട്ടിൽ നാലുകാലെ കയറി വന്ന് അവൻ വച്ചിരിക്കുന്ന ഭക്ഷണത്തെ എടുത്ത് തൊട്ടിലെറിയുന്ന ആ സ്ഥിതിയുണ്ടല്ലോ, അതൊന്നും മാറി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഘോരപ്രസംഗം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കവലപ്രസംഗം നടത്തുന്നത്. എൻ്റെ സുഹൃത്തെ, എൻ്റെ കൂടപ്പുറപ്പ്, എൻ്റെ സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്ക് ശക്തിയോടെ പറയാനുള്ള കാര്യം, മദ്യം ഒരു മയക്കുമരുന്നും ഒരു വിഷമാണ്, അതൊരു സർപ്പമാണ്. അതിനെ നോക്കി അത് രുചിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് വിമുക്തി നേടാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് பார்த்தത് പുനലൂരിലാണ്. പുനലൂരിൽ ഒരു വലിയ സ്കൂളുണ്ട്, മാനേജ്മെന്റ് സ്കൂളാണ്. ആ സ്കൂളിൽ നടന്നൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി. ആ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബെഞ്ചിലെ കുട്ടികൾ മുഴുവനും മൂകരായിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ പ്രധാന അധ്യാപികയ്ക്ക് ഒരു സംശയം, ഇവർ മദ്യപിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ടീച്ചർ അവരുടെ അടുക്ക ചെന്ന് ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങളെ? അവർ പറഞ്ഞൊരു കുഴപ്പമില്ല. പക്ഷെ ഇവർ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നത് പോലെ ഇവരുടെ കണ്ണുകൾ അടയപ്പെടുന്നു, അവരുടെ ചുറുചുറുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ കാര്യമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ടീച്ചർ പരമാവധി ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം ഇവർ മദ്യപിച്ചു എന്ന് ടീച്ചർ മനസ്സിലാക്കിയിട്ട് ഹോസ്പിറ്റൽ, പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിച്ചു.
അവിടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി. മദ്യത്തിന്റെ ഒരംശം പോലും ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികൾ ലഹരിക്കടിമയാണ്. എങ്ങനെ അറിയും? അവസാനം ഈ കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങിന് വിധേയരാക്കി. കണ്ടെത്തിയ സത്യം വളരെ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. നിങ്ങൾക്കറിയാമോ, വീട്ടിൽ കതകിനും കട്ടളയ്ക്കും ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മരുന്ന് കുപ്പി കൊണ്ടുപോയി കുഞ്ഞുങ്ങൾ അതിന് മുകളിൽ ടവലിട്ടിട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അത് തലച്ചോറിലേക്ക് ചെന്നിട്ടൊരു പെരുപ്പില്ല അനുഭവത്തിലേക്ക് പോകുന്നു. അങ്ങനെ കുട്ടികൾ പെരുത്തിരിക്കുകയാണ്. അവരൊരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടും കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്, ഒരു ബെഞ്ചിലെ മുഴുവൻ കുട്ടികളുടെയും സ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞത്. നാളെ അത് നിങ്ങളുടെ വീട്ടിലുണ്ടാകില്ലെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തിനോടൊരു കാര്യം പറയും. ഞങ്ങളുടെ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾക്ക് അരോചകമായി തോന്നിയേക്കാം, ഞങ്ങളുടെ പ്രസംഗം ഒരുപക്ഷെ നിങ്ങൾക്ക് വിരക്തി ഉണ്ടാക്കിയേക്കാം, ബുദ്ധിമുട്ട് തോന്നിച്ചേക്കാം. നല്ല ബിസിനസ് നടക്കുന്ന ഈ സമയത്ത് എന്തിനെ ഈ പ്രസംഗികൾ ഇങ്ങനെ പ്രസംഗിക്കുന്നെന്ന് ഒരുപക്ഷെ ചോദ്യം ചോദിച്ചേക്കാം. ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഒരാളെ വീടെങ്കിലും മദ്യവിമുക്തി നേടണം, ഒരാളെങ്കിലും മയക്കുമരുന്ന് വിടുവിക്കപ്പെടണമെന്ന ആശയോടെ ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം പാപം എന്നുള്ളത് കൊണ്ടാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇവിടെ വിപണനം ചെയ്യുന്നത്. നിങ്ങൾ പറയും ഇതൊക്കെ നിങ്ങളുടെ കണ്ടുപിടുത്തമല്ലേ പാപം. ഞാൻ പറയാം, പാപമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്. എന്തിനാ ഇവിടെയുള്ള വീടുകളുടെ മുമ്പിലും കടകൾക്ക് മുമ്പിലും കടക്കകത്തും CCTV വെക്കുന്നത്? പുറത്തു വെക്കടേ, സമ്മതിച്ചു. എന്തിനാ ഇപ്പൊ അകത്തൂടെ കയറ്റി വെച്ചിരിക്കുന്നത്? CCTV മൊത്തം സ്ഥലങ്ങളിൽ വെച്ചില്ലേ? എന്താ അതിന്റെ അർത്ഥം? കള്ളന്മാരുണ്ടെന്നല്ലേ? അടുത്ത് നിൽക്കുന്നവൻ നാളെ എന്ത് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ടല്ലേ CCTV വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഈ CCTV വെക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയല്ലേ? അങ്ങനെയാണൊരു കാര്യം ചോദിക്കട്ടെ, ഈ CCTV വെക്കുന്നതിന്റെ അർത്ഥം ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ആ പേടിയുടെ പിന്നിലുള്ള കാരണം എന്താ? അല്ലെങ്കിൽ അത് സ്ഥാപിച്ചതിന് പിന്നിലുള്ള കാരണം എന്താ? ഇങ്ങനെ സ്വതന്ത്രമായി കേരളമുണ്ടായിരുന്നല്ലോ. തൊട്ടടുത്ത മത്തായിയും മുരുകനും ഷമീറും ഒരുമിച്ച് കഴിഞ്ഞ ജീവിതം നടത്തിയ കാലമില്ലായിരുന്നോ? ഇപ്പൊ എന്തേ? തമ്മിൽ കണ്ടാൽ കൊല്ലാൻ കൊതിക്കുന്ന, തമ്മിൽ കണ്ടാൽ കടിച്ചുകീറാൻ കൊതിക്കുന്ന, തമ്മിൽ കണ്ടാൽ വെട്ടിക്കീറാൻ കൊതിക്കുന്ന ഒരു കാലത്തിലേക്ക് ഈ കാലമെങ്ങനെ പോയ പാപമാണ് സുഹൃത്തെ. ഈ പാപം മാനവരാശിയുടെ രക്തത്തിൽ അടിഞ്ഞുകൂടിയ കാര്യമാണ്. ഇതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ എന്റെ പ്രസംഗത്തിന്റെ കാതലായ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ പാപത്തിന്റെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതാ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം വേണോ? പാപം വിട്ടുമാറണം. പാപം വിട്ടുമാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഭാവിയാണെന്ന് സമ്മതിക്കണം. ഞാൻ ഭാവിയാണെന്ന് സമ്മതിക്കണമെങ്കിൽ എന്ത് വേണം? യേശു ഇവിടെ പാപത്തിന് പരിഹാരമായി ലോകത്തിൽ വന്നു എന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. നിങ്ങൾ ഒരു കാര്യം അറിയണം, ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഗത്സമന മുതൽ ഗോൽഗോഥ കുന്നുവരെ എന്റെ അരുമനാഥൻ അടിയേറ്റത് കൊണ്ടും ക്രൂശിക്കപ്പെട്ടത് കൊണ്ടും ത്യാഗം സഹിച്ചത് കൊണ്ടുമാ ഞാൻ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ഏതെങ്കിലുമൊക്കെ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമകളായി ഇവിടുത്തെ പോലീസുകാർക്ക് തലവേദനയായി, മാതാപിതാക്കന്മാർക്ക് തലവേദനയായി, സഹോദരങ്ങൾക്ക് ശാപമായി, വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വസ്ഥതയില്ലാതെയായി മാറിയേനെ. പക്ഷേ യേശു എന്റെ ഉള്ളത്തിൽ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ വന്ന് ഞാൻ ഭാവിയാണ് തിരിച്ചറിവുണ്ടാക്കി തന്നു. ആ തിരിച്ചറിവിൻ പ്രകാരം ഞാൻ ഭാവിയാണെന്ന് എന്റെ കരമുയർത്തി ഞാൻ സമ്മതിച്ച് എന്റെ അതരം കൊണ്ട് ഞാൻ ഏറ്റു പറഞ്ഞപ്പോ എന്റെ പാപത്തെ അവിടുന്ന് ക്ഷമിച്ചു തന്നു. സുഹൃത്തേ, നിന്റെ പാപം ക്ഷമിക്കാൻ വേണ്ടി എന്റെ സഹോദര കൂടപ്പുറപ്പെ, വീടിന്റെ അകത്തും കടയോരത്തും വഴിത്തലയ്ക്കും കേൾക്കുന്ന എന്റെ ശ്രോതാവേ, നിന്റെ പാപത്തെ പരിഹരിക്കേണ്ടതിന് വേണ്ടി അവിടെ നേറ്റെടുത്ത അടിയുടെ ഒരടിയേറ്റാൽ 3 ദിവസം ബോധം കെട്ട് കിടക്കേണ്ടി വരും. അത്രയ്ക്ക് അടിയാണ്
എന്റെ അരുമനാഥന തെരുവിലൂടെ നടന്ന് മേടിച്ചു കെട്ടിയത്. ആ ഓരോ അടിയും കൊള്ളുമ്പോഴും തിരിച്ചൊരു വാക്ക് പറയാതെ, തിരിച്ചു ശമിക്കാതെ, ആരെയും പ്രാകാതെ, ഇതെന്റെ വിധിയാന്ന് പറയാതെ സ്വയം അവൻ ഏറ്റെടുക്കാൻ കാരണം എന്നറിയാമോ? അവിടുന്ന് ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാ. 2025 ആണ്ടിൽ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ എനിക്ക് ആളുകളെ വേണം, അവരെ എനിക്ക് എന്റെ മക്കളായി തീരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ആ അടി മുഴുവനും ശിരസാവഹിച്ചത്. അവിടുത്തെ തലയിൽ വലിയ മുള്ളുകളുള്ള കിരീടം മെനഞ്ഞു വെച്ചു. അവിടുത്തെ ശരീരം ചാട്ടവാറുകൊണ്ട് അടിച്ചു കീറി. പുസ്തകം ഇങ്ങനെ പറയുന്നു, ഉഴവുചാല് പോലെ അവരുടെ ശരീരം നീളത്തിൽ കീറി. അവൻ ആ ഉഴവുചാലിലൂടെ രക്തത്തുള്ളികൾ ഇറ്റിച്ച് അവൻ ഭൂമിയുടെ മണിലേക്ക് വീണ് പതിക്കുകയാ. ആ രക്തം കൊണ്ട് എന്റെ പാപത്തെ കഴുകി, എന്റെ ശാപത്തെ മാറ്റി, എന്നെ ഒരു ദൈവവൈദ്യരാക്കി മാറ്റിയത് കൊണ്ട് പുസ്തകം ഇങ്ങനെ പറഞ്ഞു. അവൻ താണിറങ്ങിയത് കൊണ്ട് അവനെ പിതാവായ ദൈവം അവൻ ഉയർത്തി വെച്ചു. എന്ത് ഉയർത്തി? എങ്ങനെ ഉയർത്തി? അവൻ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, സർവ്വനാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉറക്കെ പറയുകയാ, മാനവരാശിയെ രക്ഷിപ്പാൻ ഒന്നൊന്നര നാമമില്ല, ഒരു നാമമേ ഉള്ളൂ. അത് യേശു എന്ന ഏക സത്യ നിത്യ നാമമാണ്. സുഹൃത്തെ, രക്ഷിക്കപ്പെടണമോ? സുഹൃത്തെ, പാപവിമോചനം വേണമോ? നിന്റെ പാപം കഴുകി വിശുദ്ധമാക്കപ്പെടണമോ? നിന്റെ ശാപത്തിന് വിമുക്തി നേടണമോ? നീ പലപ്പോഴും വിട്ടുമാറണമെന്ന് ആഗ്രഹിച്ചിട്ട് മദ്യപാനത്തിന് വിട്ടുമാറാൻ കഴിയുന്നില്ലേ? അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഈ പ്രസംഗം ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ നീ എവിടെ നിന്ന് കേട്ടാലും, എവിടെ ഇരുന്ന് കേട്ടാലും, എവിടെ കിടന്ന് കേട്ടാലും ആ സമയത്ത് പറ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരിമനാഥനെ എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ ഉയർത്തപ്പെട്ട യേശു, ആകാശത്തിലൂടെ കടന്നുപോയ യേശു, മഹാത്ഭുതവാനായ യേശു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവൻ പെരുന്തച്ഛനായ യേശു, അവന്റെ സൃഷ്ടിതാവായ യേശു, രോഗസൗഖ്യദായകനായ യേശു, വീണ്ടെടുപ്പുകാരനായ യേശു, വചനമായ യേശു, ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കുന്ന യേശു, വീണ്ടും വരുന്ന യേശു, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ അത്രയും വലിപ്പമുള്ള നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അവൻ ആഗതനാകും. സുഹൃത്തെ, അത് വേണമെങ്കിൽ 10 പൈസ മുടക്കില്ലാതെ, ആരുടെയും അനുവാദങ്ങളില്ലാതെ, ശുപാർശകളില്ലാതെ, മതപരിവർത്തനങ്ങളില്ലാതെ, മനപരിവർത്തനത്തിലൂടെ നിനക്ക് നിന്റെ നാഥനെ, നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ കടിവരയിട്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏക നാമം, ആര്? യേശു എന്ന നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങും. അവനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവന് അവൻ മക്കളാക്കി, പ്രിയ മക്കളായി സ്വീകരിക്കും. അവന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തേ, അത് സ്വീകരിച്ച് ഒരു ദൈവവൈദ്യരായി തീർന്ന് യേശുവിന്റെ ഭക്താവായി, യേശുവിന്റെ സ്നേഹിതനായി, യേശുവിന്റെ മകളായി തീരാൻ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളെ അടുത്ത പകരമായി ശ്രദ്ധിച്ച എല്ലാവരോടും കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്ന കാര്യം, ഒരുപക്ഷെ നിങ്ങൾ ഉന്നതമായ കുലജാതരായിരിക്കാം. അവൻ ഞങ്ങളുടെ കൂടെ മുഹമ്മദുണ്ട്, ഞങ്ങളുടെ കൂടെ അവൻ മുരുകനുണ്ട്, ഞങ്ങളുടെ കൂടെ മത്തായിയും ജോർജും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നാനാ മതജാതിപ്പെട്ടവരാണ്, നാനാ ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേരുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹം. ആ കെട്ടുറപ്പിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശക്തമായി പറയുകയാണ്, യേശു ഒരു വിഭാഗത്തിന് വേണ്ടി വന്നതല്ല. യേശു ഒരാടെയും സ്വത്തല്ല. യേശു ആരുടെയെങ്കിലും കുടുംബ സ്വത്തല്ല, ആരുടെയെങ്കിലും വീട്ടുപേരിൽ അറിയപ്പെടുന്നവനല്ല. യേശു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അവൻ ഏതെങ്കിലും രാജ്യത്തിന്റെ ദൈവമല്ല സുഹൃത്തേ. യേശു ഏതെങ്കിലും വിഭാഗത്തിന്റെ നാഥനല്ല. യേശു സകല ലോകത്തിന്റെയും രക്ഷിതാവാണ്, സർവ്വജനതയുടെയും രക്ഷിതാവാണെന്ന് ഇന്ന് രാവിലെ ഈ മധ്യാഹ്ന സമയത്ത് ഈ നട്ടുച്ചവെയിലത്ത് ഉറക്കെ പ്രസ്താവിക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രദ്ധിച്ച നിങ്ങളോട് സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷ, എന്റെ സ്നേഹിതൻ, എന്റെ സുഹൃത്ത്, എന്റെ
എൻ്റെ കൂടപ്പിറപ്പെന്ന് നിങ്ങളെയും ഈ രക്ഷണീയ മാർഗത്തിലേക്ക്, ഈ സമാധാനത്തിലേക്ക്, ഈ സന്തോഷത്തിലേക്ക്, മദ്യപാനമില്ലാത്ത, മയക്കുമരുന്നില്ലാത്ത, അടിപടിയില്ലാത്ത, വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സന്തോഷകരമായ ഒരു നല്ല നാളേക്കായി നിങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങൻ്റെ ഉള്ളത്തിൽ വരണമേ, എനിക്ക് സമാധാനം തരണമേ, എനിക്ക് ആശ്വാസം തരണമേ, എനിക്ക് സൗഖ്യം തരണമേ. അങ്ങൻ്റെ വീട്ടിൽ കർത്താവും ദൈവവും രക്ഷകനുമായി എഴുന്നള്ളി വരണമേ. അവിടുത്തെ സാന്നിധ്യം എൻ്റെ മുറിക്കുള്ളിൽ ഉണ്ടാകണമേ. ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. കർത്താവേ, ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹൃദയത്തിലേക്ക്, അവർ വീട്ടിലേക്ക് എൻ്റെ നാഥൻ മുഴുവൻ മഹത്വത്തോടെ എഴുന്നള്ളി ചെന്ന് അവർ വീടുകളിൽ സത്യദൈവത്തെ ആരാധിക്കേണ്ടതിനായി, തുറക്കേണ്ടതിനായി ആത്മാവിൽ ദേശത്തിൽ നോക്കി കൽപ്പിച്ച് പ്രാർത്ഥിച്ച് രക്തം തളിച്ച് മുദ്രയിൽ അനുഗ്രഹിക്കുകയാണ്. ഈ ദേശത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഡ്രൈവേഴ്സ് യൂണിയനുകൾ, ആ വീടിന്റെ അടുത്ത് മകനുമായി കെട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കള്, ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവേ, അനുഗ്രഹമായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷന്റെ പേരിലും ഇവാഞ്ചലിസം മിനിസ്ട്രിയുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ്. ദൈവവചനം യേശുക്രിസ്തുവിലുള്ള രക്ഷയും നമുക്ക് നൽകി തന്ന കർത്തദാസനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. നല്ല ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരോട് പ്രത്യേക നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേക ഈ ഭവനത്തിൻ്റെ ഓണറായിരിക്കുന്ന പ്രിയ രാജ്മോഹൻ ചാരോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഭവനത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ഭവനത്തിലെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വാഹനങ്ങൾ കയറിയുവാനും വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്തു തന്നു. ആ പ്രിയപ്പെട്ടവരോട് പ്രത്യേക നന്ദി. പ്രത്യേക ബിനു എന്ന് പറഞ്ഞ മാന്യദേഹവും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരാനിടയായി ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ദൈവത്തിലൂടെയുള്ള രക്ഷയും ദൈവത്തിലുള്ള വിടുതലും സമാധാനവും നിങ്ങൾക്ക് എങ്ങനെ പ്രാപിക്കാമെന്ന് ഇവിടെ ശക്തിയോടെ നിങ്ങളോട് പ്രസ്താവിക്കപ്പെടുവാനിടയായി. ഈ സന്ദേശം വിലപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട് നിങ്ങളുടെ ജീവിതം ധന്യമായി തീർക്കാൻ കഴിയും. അതിന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം കൂടെ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും, പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, സമാധാനമില്ലാത്ത അനുഭവം ഉണ്ടെങ്കിലും, ജീവിതത്തിൽ ആരോട് പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മുമ്പിലാണെങ്കിലും, ആ പ്രശ്നങ്ങളൊക്കെ പറയാൻ ഈ ലോകത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരേ ഒരാൾ, അത് നസറേയനായ യേശുവാണ്. യേശു നിങ്ങളുടെ അടുത്ത് വരും. യേശുവിനോട് നിങ്ങളുടെ സങ്കടം പറയുമെങ്കിൽ, നിങ്ങളുടെ വേദന പറയുമെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് യേശുവിലൂടെ രക്ഷയും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയുമെന്ന് ഒരിക്കലൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി WMCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സിസ്റ്റർ ജോളി സിസ്റ്റർ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ ഉടയവനും ഞങ്ങളുടെ പ്രാണപ്രിയനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, കരുനാഗപ്പള്ളി സെഷനായി ഞങ്ങൾ കർത്താവെ ഈ ദേശത്ത് കടന്നു വന്ന ഈ ദേശത്തോടുള്ള ദൈവജനത്തിന് കർത്താവെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിപ്പായിട്ടൊക്കണം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്നിപ്പോൾ കാലഘട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവല്ലേ അങ്ങയുടെ വചനം കേട്ട പ്രിയപ്പെട്ടവർ കർത്താവെ ക്രിസ്തുവിൽ വിശ്വസിപ്പായിട്ടൊക്കണം. ഇന്നിപ്പോൾ കാലം കർത്താവ് കൃപ ചെയ്യുമാറുകയാണെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോട് കൂടെ താഴെ കഴിക്കും. നമ്മുടെ വചനമായിരിക്കാൻ ഇന്നിപ്പോൾ കാലം വചനം കേട്ട് ചിലരുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടുവാൻ, ചില ഹൃദയങ്ങളിൽ ദൈവിക സമാധാനം അനുഭവിപ്പായിട്ടൊക്കണം. സ്വർഗം സഹായിക്കുന്നതിനാണ് ഞങ്ങളുടെ സ്തുതിക്കുന്നത്. ദേശത്തെ ജനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവനാമ മുഖത്തിനായി കർത്താവ് ജനത്തെ ഉപയോഗിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാതി രാജാവാൻ, യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഇതുവരെ സത്രം ശ്രമിച്ച ഈ നല്ലവരായ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കും. ചർച്ചിന്റെ കാര്യോടൊന്ന് പറഞ്ഞാൽ ചർച്ചിന്റെ ഇതിന് നിങ്ങൾക്ക് യേശു കർത്താവിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിന് സമീപത്ത് കോഴിക്കോടിന്റെ പ്രദേശത്ത് വെട്ടത്തുമുക്ക് എന്ന സ്ഥലത്ത് അസംബ്ലീസ് കോളേജിലെ ഒരു സഭയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തരുവാനും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KG ബാബു പാസ്റ്റർ നിങ്ങളുടെ ഉണ്ട്. ആ കർത്തദാസനെ സമീപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിലുള്ള രക്ഷയും വിടുതലുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല ഉപദേശം തരുന്നതാണ്. ദയവായി ആ കർത്തദാസനെ സമീപിക്കാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ